കൊല്ലം നീണ്ടകര പരിമണത്താണ് ഇപ്പോൾ 2 കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലം കളക്ടർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളോട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നാണ് പറയാനുള്ളത്? ഞാൻ പറയാം. ഇപ്പോൾ ഇത്ര അടുത്ത് പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പബ്ലിക് ഈ പറയുന്ന പോലെ കണ്ടെയ്നേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സമീപത്തേക്ക് പോകരുത്. സുരക്ഷിത അകലം പാലിക്കുക. നമുക്കറിയില്ലല്ലോ ഇതിന്റെ അകത്തൊന്നും എന്തൊക്കെ മെറ്റീരിയലാണ്. തൊട്ടടുത്താണ് ഒരു കണ്ടെയ്നർ കാണുന്നത്. ആളുകൾ അടുത്ത് നിന്ന് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ആൾക്കാർ എന്താണെന്നുള്ള കൗതുകത്തിനായിരിക്കും നോക്കുന്നത്. അത് പാടില്ല. ആവശ്യമായിട്ടുള്ള പോലീസിന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 200 മീറ്റർ ഡിസ്റ്റൻസിൽ കോർഡൻ ഓഫ് ചെയ്യണമെന്നാണ് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലപ്പാട് പഞ്ചായത്തിലെ ചെറിയഴീക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നലെ രാത്രി അടിഞ്ഞ അല്ലെങ്കിൽ അവിടെ തീരത്ത് അടിഞ്ഞിട്ടുള്ള ആ കണ്ടെയ്നർ അവിടെ കിട്ടിയപ്പോഴും നമ്മൾ സ്വീകരിച്ചത്. അവിടെയുള്ള ഫാമിലിയെ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്തു. അപ്പോൾ അത്രയും സുരക്ഷിത നടപടികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കൗതുകത്തിന് പോലും അടുത്ത് ചെന്ന് കാണരുത്. കാരണം മാത്രമല്ല, ഇതിന്റെ കസ്റ്റംസ് വന്നിട്ടാണ് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. പിന്നെ ഈ കണ്ടെയ്നേഴ്സിന്റെ കാര്യങ്ങളെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കാൻ, സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു NDRF ടീം ഉടനെ തന്നെ ഇങ്ങോട്ട് ജില്ലയിലേക്ക് എത്തുന്നതാണ്. അത് അവർ പുറപ്പെട്ടു കഴിഞ്ഞു. പരിമണത്ത് ഇപ്പോൾ എത്ര കണ്ടെയ്നറുകളാണ് അടിഞ്ഞിട്ടുള്ളത്? നമുക്ക് അറിയില്ല. ഇവിടെ ഇപ്പോൾ ഒരു 3 കണ്ടെയ്നേഴ്സ് ഇവിടെയുണ്ട്, പിന്നെ 3 പരിമണത്തുണ്ട്, ഇവിടെ അവിടെയുണ്ട്. 3 കണ്ടെയ്നേഴ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ കടലിൽ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കർശന നിരീക്ഷണത്തിൽ വിധേയമാക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും ഇതിന്റെ വളരെ കർശനമായിട്ടുള്ള കാര്യങ്ങൾ, സുരക്ഷാ മുൻകരുതലുകൾ. പബ്ലിക് ഒരു കാരണവശാലും ഇതിന്റെ അടുത്ത് പരിസരത്തോട്ട് പോകരുത്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ കൊല്ലം തീരദേശത്ത് ഇപ്പോൾ എത്ര കണ്ടെയ്നറുകൾ വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിവ് കിട്ടിയിട്ടുള്ളത്? നിലവിൽ 4 കണ്ടെയ്നേഴ്സാണ് വന്നിരിക്കുന്നത്. പക്ഷേ കടലിൽ ഒഴുകി നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് കണ്ടെത്താനുള്ള നടപടികൾ ഇപ്പോൾ തീരത്തടിയുന്നത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. കടലിലുള്ളത് അവരുടെ ഷിപ്പിംഗ് കമ്പനിയുടെ ഒഫീഷ്യൽസ് അവരുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിരീക്ഷണം നടത്തുന്നുണ്ട്. തുടർ നടപടി ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. കണ്ടെയ്നറുകൾ ഇനിയും ഒഴുകി വരുന്നുണ്ടെന്നാണ് കൊല്ലം കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും ആ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പൊതുജനങ്ങൾ പോകരുത് എന്ന ഒരു കർശന നിർദ്ദേശം കൂടി കൊല്ലം കളക്ടർ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ NDRF ടീം ഈ കണ്ടെയ്നറുകൾ കിടക്കുന്ന ഈ ഭാഗത്തേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.